മെട്രിക്സും ഡിറ്റർമിനൻസും ഒക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അറിഞ്ഞത് ഓൾറെഡി നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് എടുത്തു, കാവ്യമാഡം എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഇനി അതിന്റെ പ്രോപ്പർട്ടീസോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, വെറുതെ നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇന്ന് പറയുന്നത് റാങ്ക് ആണ്. ഒരു മെട്രിക്സിന്റെ റാങ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ റാങ്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ആ മെട്രിക്സ് റിലേറ്റഡ് ആയിട്ട് തന്നെ വരുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് പറയുന്ന 3 ടോപ്പിക്. ഇതാണ് ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എളുപ്പമാണ്. നമുക്ക് ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നതും അതുപോലെ തന്നെ റാങ്ക് എന്ന് പറയുന്നതൊക്കെ മുമ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ ആണ്. സോ നമ്മൾ പറയുന്നത് റാങ്ക് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഡിറ്റർമിനന്റ് കാണാൻ അറിയാം. ഇന്നിപ്പോ 2 ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കാവ്യ മാഡവും പറഞ്ഞിട്ടുള്ളതാണ്. സോ നമ്മൾ റാങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ 2 രീതിയിൽ നമുക്ക് റാങ്ക് കാണാം. 2 രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ നിങ്ങളുടെ സിലബസിൽ എവിടെയും റോ ട്രാൻസ്ഫോർമേഷൻ പറയുന്നില്ല. ജസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, റാങ്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഒരു ഹെഡിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം പറയുന്നത്. ഇനി മറ്റേതിന് സമയം എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെത്തേഡ് കൂടെ പറയാം. ഓക്കെ. അപ്പോൾ ഏതൊരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാലും റാങ്ക് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഡിറ്റർമിനന്റ് ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒരു നോൺ സീറോ ആണെങ്കിൽ, അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇഫ് ദി ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സ് ഈസ് നോൺ സീറോ, ദ റാങ്ക് ഈസ് ദി ഓർഡർ ഓഫ് ദി മെട്രിക്സ്. ഞാൻ ഒന്നുകൂടെ പറയാം. If the determinant of the matrix is non-zero, the rank is the order of the matrix. അതായത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ ആ മെട്രിക്സിന്റെ ഓർഡർ എന്താണോ അതിനെയാണ് നമ്മൾ ആ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ സെന്റൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആവും ട്ടോ. അതായത് എ ഈക്വൽസ് മെട്രിക്സ് 4 3 2 1. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് എന്ന് വിചാരിക്കുക. എ ഈക്വൽസ് 4 3 2 1. ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡിറ്റർമിനന്റ് എ ഈക്വൽസ് എന്താ വരിക? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആരുല്ലേ? ഡിറ്റർമിനന്റിന്റെ ആൻസർ എന്താ വരുന്നത്? -2. -2. യെസ്, -2. -2 ആണ് വന്നിട്ടുള്ളത്, വിച്ച് ഇസ് നോൺ സീറോ ആണല്ലോ. സീറോ അല്ല കിട്ടിയിട്ടുള്ളത്. സോ റാങ്ക് ഇസ് ഈക്വൽ ടു, റാങ്ക് എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണോ അതാണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താ? 2/2. 2/2. സ്ക്വയർ മെട്രിക്സ് ആണ്, 2/2 ആണ്. സോ നമുക്ക് പറയാം റാങ്ക് ഇസ് ഈക്വൽ ടു 2. ക്ലിയർ ആണോ? പറയുന്നത് കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ് ടീച്ചർ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് റാങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോൺ സീറോ ആണെങ്കിലേ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂ. സീറോ ആണെങ്കിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ അതിൽ കയറണം. അപ്പൊ ഞാൻ ഇനി അങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, മെട്രിക്സ് ഞാനൊന്ന് എഴുതാം. മെട്രിക്സ് 1 2 3 2 3 4 3 5 7. നിങ്ങളൊന്ന് ഇതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടേ. പെട്ടെന്ന് ഡിറ്റർമിനന്റ് കണ്ട ആൻസർ ഒന്ന് പറഞ്ഞേ.
1, 2, 3, 2, 3, 4, 3, 5, 7. കിട്ടിയാൽ പറയണേ. 0. ഓക്കെ 0. ബാക്കി എല്ലാവർക്കും കിട്ടിയോ 0? ഓക്കെ 0 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 0 ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിന്റെ റാങ്ക് ഡയറക്റ്റ് പറയാൻ സാധിക്കില്ല. ഇതിന്റെ ഈ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3/3 ആണ്. പക്ഷെ ഈ ഡിറ്റർമിനന്റ് നമുക്ക് 0 കിട്ടിയത് കൊണ്ട് ഇതിന്റെ റാങ്ക് ഒരിക്കലും എന്താവില്ല? റാങ്ക് ഈസ് നോട്ട് ഈക്വൽ ടു 3. റാങ്ക് 3 ആവില്ല. ഇനി റാങ്ക് ആവാൻ ചാൻസ് ഉള്ളത് 1 or 2 ആണ്. 3 എന്തായാലും അല്ല, ചിലപ്പോൾ 1 ആവാം, ചിലപ്പോൾ 2 ആവാം. ഇനി നമ്മൾ അത് 2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മെട്രിക്സിലെ സ്ക്വയർ സബ് മെട്രിക്സ് നമ്മൾ ചൂസ് ചെയ്യാം. സ്ക്വയർ സബ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു 3/3 ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരു 2/2 മെട്രിക്സ് നമ്മൾ ഇതിന്ന് സെലക്ട് ചെയ്യണം. 2/2 എന്ന് പറഞ്ഞാൽ ഇതിന്ന് ഒരുപാട് 2/2 മെട്രിക്സുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ വലിയൊരു മെട്രിക്സിൽ നിന്ന് നമ്മൾ കുഞ്ഞു മെട്രിക്സ് സെലക്ട് ചെയ്യുന്ന ആ മെട്രിക്സിനെ നമ്മൾ പറയുന്നതാണ് സബ് മെട്രിക്സ്. നമ്മൾ പറയുമല്ലോ സെറ്റിൻ്റെത് സബ്സെറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ മെട്രിക്സിന് നമ്മൾ അതിന്ന് ഓർഡർ കുറവുള്ള മെട്രിക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ് മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ 3/3 അല്ല, റാങ്ക് 3 അല്ല എന്ന് കണ്ട ഉടനെ നമ്മൾ ഇനി എന്ത് ചെയ്യാം? അടുത്ത മെട്രിക്സ് നമ്മൾ ഇതിൽ നിന്ന് സബ് മെട്രിക്സ് നമ്മൾ ചൂസ് ചെയ്യാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ക്വയർ സബ് മെട്രിക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾ നോക്കുക 1, 2, 2, 3 ഈ മെട്രിക്സ് ഞാൻ എടുത്തു. 1, 2, 2, 3 കണ്ടോ? 1, 2, 2, 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ 4 എലമെന്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. 1, 2, 2, 3 ഇതന്നെ എടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് 2, 3, 3, 4 വേണമെങ്കിൽ എടുക്കാം. 2, 3, 3, 5 വേണമെങ്കിൽ എടുക്കാം. 3, 4, 5, 7. ഇനി അതുമല്ല 1, 3, 2, 4 എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ എവിടാണോ എടുക്കുന്നത് അതിന്റെ താഴെയുള്ള കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ ഒന്നും നമ്മൾ മാറ്റരുത്. ഒന്നുകിൽ ഈ 4 അല്ലെങ്കിൽ ഇവിടുത്തെ 4 താഴേക്ക് വരുന്ന 4 ഇങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ആദ്യത്തെ മെട്രിക്സ് തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 1 into 3 3 minus 2 into 2 4. So 3 minus 4 which is equal to minus 1 which is not equal to 0. അത് നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് സോ നമുക്ക് എന്തെഴുതാം? റാങ്ക് is equal to 2. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരാം. ഇത് നമ്മൾ നോട്ട് ഈക്വൽ ടു 0 ആയാലോ, ചിലപ്പോ അടുത്തത് കാണുമ്പോൾ ഈക്വൽ ടു 0 ആണെങ്കിലോ അത് നമുക്ക് കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സബ് മെട്രിക്സ് എങ്കിലും നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് 2 ആയിരിക്കും. ഏതെങ്കിലും ഒരു സബ് മെട്രിക്സ് എങ്കിലും. അപ്പൊ നിങ്ങൾ ആദ്യം എടുക്കുന്നത് 0 കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മൾ അവിടെ നിർത്തരുത്. അപ്പൊ നമ്മൾ അടുത്ത സബ് മെട്രിക്സ് ചൂസ് ചെയ്യാം. അതും 0 ആണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എടുക്കാം. ഇങ്ങനെ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നോട്ട് ഈക്വൽ ടു 0 ഉണ്ട് എന്നാണെങ്കിൽ റാങ്ക് 2 ആണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതിന് കുറെ സമയം എടുക്കില്ലേ? കുറെ സമയമൊന്നും എടുക്കില്ല. ആകെ 4 നമ്പർ ജസ്റ്റ് ക്രോസ് ചെയ്യുന്ന നമ്മൾ വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് നമ്മൾ എത്തും. ഇനി നിങ്ങൾ എടുക്കുന്ന എല്ലാ കോമ്പിനേഷനും ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് 2 ആവൂല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം റാങ്ക് is equal to 1 എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ആണോ? ഇപ്പൊ ടീച്ചർ ഇതിപ്പോ എടുക്കുമ്പോ 1, 2, 2, 3 അതൊരു സബ് മെട്രിക്സ്. ഇനിയിപ്പോ അടുത്ത് എടുക്കുമ്പോ 2, 3, 3, 4 അപ്പൊ 2, 3 വന്നാലും കുഴപ്പമില്ല അല്ലെ? ഇല്ല, അതൊന്നും കുഴപ്പമില്ല. 2, 3, 3, 4 വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ 3, 4, 5, 7 നിങ്ങൾക്ക് എടുക്കാം. 2, 3, 3, 5 വേണമെങ്കിൽ എടുക്കാം.
ഇനി ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 3യും ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 4ഉം എടുക്കുക. അതായത് 1 3 2 4 വേണമെങ്കിൽ ഒഴിവാക്കുമ്പോൾ ഒരു റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോയും കോളവും കംപ്ലീറ്റ് ഒഴിവാക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് എടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതില് ആദ്യത്തത് 0 ആണെങ്കിൽ പിന്നെ റാങ്ക് 2 ആവൂല എന്ന് വിചാരിച്ച് നിൽക്കരുത്. അപ്പൊ അടുത്ത ഏതെങ്കിലും ഒരു സ്ക്വയർ സബ് മെട്രിക്സ് ചൂസ് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ആൻസർ ആവും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ഒന്ന് ചെയ്യണേ. 1 2 3 2 4 6 5 7 9 ഇതാണ് മെട്രിക്സ്. റാങ്ക് കാണാൻ എന്നാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തോളൂ. ഫസ്റ്റ് ഡിറ്റർമിനന്റ് നോക്കുക. 0 ആണെങ്കിൽ അടുത്ത സ്ക്വയർ സബ് മെട്രിക്സിലേക്ക് പോവാം. നോൺ 0 ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്, റാങ്ക് 3 എന്ന് എഴുതണേ. റാങ്ക് 3 MS. ഡിറ്റർമിനന്റ് എന്താ കിട്ടുന്നത്? -40 30. എല്ലാവർക്കും അതാണോ? സീറോ ആണ് കിട്ടി. എന്റെ ഒരു തെറ്റിപ്പറ്റി. രണ്ട് ആൻസർ ആയി. ഇനി വേറെ ആൻസർ ഉണ്ടോ നോക്കിയേ. എന്റെ ഒന്ന് ചെറുതായി തെറ്റിപ്പോയിട്ടുണ്ട്. ചെറുതായി തെറ്റിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ. 2 അല്ലേ മിസ്സേ? റാങ്ക് കിട്ടിയോ? 2 ആണോ? റാങ്ക് 2. നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് 0 കിട്ടും. ഇപ്പൊ നമ്മൾ എന്നിട്ട് സ്ക്വയർ സബ് മെട്രിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും എളുപ്പത്തിൽ ആദ്യത്തേതാണ് എടുക്കുക. 1 2 2 4. നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് 1 × 4 4 -2 × 2 4 4 4. ഇവിടെയും നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നിർത്തരുത്, നമ്മൾ മറ്റൊരു സ്ക്വയർ സബ് മെട്രിക്സ് നമ്മൾ ചൂസ് ചെയ്ത് നോക്കുക. സോ 2 3 4 6 ഞാൻ എടുത്തു. അപ്പോഴും നോക്കുക 2 × 6 12 - 12. അപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? 0 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് മറ്റൊന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എടുക്കുന്നത് 2 4 5 7. സോ വിച്ച് ഇസ് ഈക്വൽ ടു 14 - 20 നോട്ട് ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുന്നത്. സോ പറയാം റാങ്ക് ഇസ് ഈക്വൽ ടു 2. അപ്പൊ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇതാക്കരുത്, ആ കോമ്പിനേഷൻസ് എല്ലാം ഒന്ന് നോക്കണം കേട്ടോ. അത് നമ്മളൊരു 2 ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ഡിറ്റർമിനന്റ് കാണാൻ പെട്ടെന്ന് കഴിയുമെങ്കിൽ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ഡിറ്റർമിനന്റിന്റെ, എനിക്ക് തോന്നുന്ന ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് മിസ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു റോ കംപ്ലീറ്റ് 0 ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. 2 റോസ് അല്ലെങ്കിൽ 2 കോളംസ് സെയിം ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഇങ്ങനത്തെ ടെക്നിക്കുകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിറ്റർമിനന്റ് ഈ 3/3 അതൊക്കെ ആൻസർ കിട്ടും. അപ്പം എക്സാമിന് ഒരിക്കലും അങ്ങനെ തിരിഞ്ഞതൊന്നും ചോദിക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന വിധത്തിലുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ എല്ലാ ക്വസ്റ്റ്യനും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നിട്ടുള്ളത് 3/3 മെട്രിക്സ് ആണ്. 3/3 ആണ്. ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. ക്വസ്റ്റ്യൻ 7 6 8 -8 3 8. ഇതിന്റെ റാങ്ക് ഒന്ന് കണ്ടേ. 7 6 8 -8 3 8.
സ്ക്വയർ മെട്രിക്സിനല്ലേ മിസ്സേ കാണാൻ പറ്റൂ? അല്ല, ഇത് സ്ക്വയർ മെട്രിക്സ് ആണോ? അല്ല. അല്ല. പക്ഷെ നമുക്ക് അങ്ങനെ സ്ക്വയർ മെട്രിക്സിന് റാങ്ക് കാണാൻ പറ്റുന്ന ഒരു നിർബന്ധവും ഇല്ല. ഏത് മെട്രിക്സിന്റെ റാങ്കും നമുക്ക് കാണാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് കാണാൻ പറ്റുമോ? ഇല്ല. ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താ? 2/3. 2/3 ആണ്. നമുക്ക് ഡിറ്റർമിനന്റ് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് തരുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന വലിയ സ്ക്വയർ സബ് മെട്രിക്സ് ഏതാ? ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ക്വയർ സബ് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 2/2. 2/2 ആണല്ലോ. അപ്പൊ ഒരു 2/2 നിങ്ങൾ എടുത്തോളൂ. ഏതെങ്കിലും ഒരു 2/2 എടുക്കുക. എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. അപ്പൊ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഇത് സ്ക്വയർ അല്ലല്ലോ, ഡിറ്റർമിനന്റ് കാണാൻ പറ്റൂലല്ലോ എന്നുള്ളതില്ല. അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വലിയ സ്ക്വയർ സബ് മെട്രിക്സ് ചൂസ് ചെയ്യുക, ദെൻ ഡിറ്റർമിനന്റ് കാണുക, റാങ്ക് നോക്കുക. നിങ്ങൾ ആദ്യത്തെ ഇപ്പൊ 7, 6 - 8 3 ആണ് എടുക്കുന്നതെങ്കിൽ തന്നെ നമുക്ക് നോൺ സീറോ ആണ് കിട്ടുന്നത്, അല്ലേ? അപ്പൊ റാങ്ക് 2 കിട്ടിയോ? കിട്ടി. കിട്ടി. ഓക്കെ ആണല്ലോ റാങ്ക് എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ അല്ലേ? ആർക്കൊന്നും ഉഷാറില്ലാത്ത? ഓക്കെ ടീച്ചർ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. പിന്നെ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. ഇതും നമ്മൾ മെട്രിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് മെട്രിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ റാങ്ക് കഴിഞ്ഞ് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും കഴിഞ്ഞാൽ, ക്യാരക്ടറിസ്റ്റിക് വാല്യൂവും കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം വെക്റ്റർ സ്പേസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വെക്റ്റർ സ്പേസ്, ഡയമെൻഷന്, ബേസിസ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുമ്പോൾ ഈ ഒരു മൊഡ്യൂളില് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്ന വലിയൊരു ഏരിയയിലേക്ക് അങ്ങോട്ട് കയറുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഓൾറെഡി ഡിറ്റർമിനന്റ് കാണാനറിയാം. എന്തായിരുന്നു ഐഡന്റിറ്റി മെട്രിക്സ്? ഐഡന്റിറ്റി മെട്രിക്സ് ആരെങ്കിലൊക്കെ ഒന്ന് പറയാട്ടോ. ഡയഗണൽ എലമെന്റ്സ് 1 ആണ്. ഡയഗണൽ എലമെന്റ്സ് 1ഉം ബാക്കി എല്ലാ എലമെന്റ്സും 0. 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഐഡന്റിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇക്വേഷൻ ആയിരിക്കും. അത് നമുക്കറിയാലോ, അതൊരു ഇക്വേഷൻ ആയിരിക്കും. ആ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു രീതിയിലാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം ആണ് a - lambda I = 0. ഓക്കെ, ഡിറ്റർമിനന്റ് a - lambda I = 0. ഇതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെട്രിക്സ് ആണ് a. ലാംഡ എന്ന് പറയുന്നത് ഒരു സ്കേലാർ വാല്യൂ, നമുക്കറിയില്ല. ആ വാല്യൂവിനെയാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക് വാല്യൂ, അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് ആ ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ടാണ്. അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ അല്ലെങ്കിൽ എയ്ഗൻ വാല്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം, A ഈക്വൽസ് ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 2, 3, 1, 4 ആണ് എന്ന് വിചാരിക്കാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള A.
അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 നമ്മൾ കൊടുക്കണം. അതായത് ഡിറ്റർമിനന്റ് അവിടെ നിൽക്കട്ടെ, എ മൈനസ് ലാംഡ ഐ, ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്, മൈനസ് ലാംഡ ഐ. അപ്പൊ ഞാൻ ഇത് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ നിരത്തി പിടിച്ച് എഴുതുന്നുണ്ട്. നമ്മൾ ഇതിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അങ്ങനെ നിരത്തി പിടിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവും അതിന് ഷോർട്ട് ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. സോ എ ഞാൻ എഴുതി 2314 മൈനസ് ലാംഡ, നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ് ലാംഡ. ഇതൊരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ഐഡന്റിറ്റിയും 2x2 എഴുതണം. 1001 ഈക്വൽ ടു 0. ഇതിന്റെ മൊത്തത്തിൽ നമ്മൾ ഡിറ്റർമിനന്റ് കാണേണ്ടതുണ്ട്. ഇതാണ് ശരിക്കും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിപ്പോ ഒരു ഇക്വേഷൻ ആയിട്ടില്ലല്ലോ എന്ന് തോന്നും. ഇതിനെ നമ്മൾ ഇനി ഇക്വേഷനിലേക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സ് ഓപ്പറേഷൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്ലസും മൈനസും ഇൻറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ നോക്കുക, 2 3 1 4 ഇതായിരുന്നു നമ്മുടെ എ എന്ന് പറയുന്നത്. മൈനസ് ഈ ലാംഡയൊക്കെ നമ്മൾ ഉള്ളോട്ടേക്ക് എടുത്തു. അപ്പൊ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അതിനൊക്കെ പകരം എന്തായിട്ട് വരും? ലാംഡ. ബാക്കി രണ്ട് എലമെന്റും 0 ആണ്. സോ ഇത് ലാംഡ 0 0 ലാംഡ എന്നായിട്ട് മാറി. കണ്ടല്ലോ. ഇനി ഇവിടെ മൈനസ് ആണ് വന്നത്. നമുക്കറിയാം മെട്രിക്സിന്റെ മൈനസും പ്ലസും ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ടേം, കറസ്പോണ്ടിങ് പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ വിച്ച് ഇംപ്ലൈസ് 2 മൈനസ് ലാംഡ, 3 മൈനസ് 0 3 തന്നെ, 1 മൈനസ് 0 1, 4 മൈനസ് ലാംഡ, ഇങ്ങനെയായിട്ട് മാറി. അതായത് നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ ഞാനിവിടെ 1 2 3 സ്റ്റെപ്പ് എഴുതിയിട്ടാണ് ഇതിലേക്ക് എത്തിയത്. 3 സ്റ്റെപ്പിന്റെയും ആവശ്യമില്ല. എ മൈനസ് ലാംഡ ഐ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണമെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്താക്കിയാൽ മതി? നമ്മുടെ മെട്രിക്സ് എന്തായിരുന്നു? 2 3 1 4 ആയിരുന്നു നമുക്ക് തന്ന മെട്രിക്സ്. ഈ 3 1ഉം ഫിക്സ് ആണ്, കണ്ടോ? ഫിക്സ്ഡ് ആണ്, നമുക്കൊരു മാറ്റവും ഇല്ല. 2 മൈനസ് ലാംഡ 4 മൈനസ് ലാംഡ. എല്ലാറ്റിൽ നിന്നും എന്ത് കുറച്ചിട്ടുണ്ട്? ഡയഗണൽ എലമെന്റ്സിൽ നിന്നും ഒരു ലാംഡ കുറച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെയേ വരും. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇനി ഒരു 3x3 മെട്രിക്സ് ആണെങ്കിലോ ബാക്കി 6 എലമെന്റ്സും നമ്മൾ എഴുതും. ഡയഗണല് 2 മൈനസ് ലാംഡ 4 മൈനസ് ലാംഡ. ഇനി ഇവിടെ ഇങ്ങനെ അറ്റത്ത് താഴെ 5 ആയിരുന്നെങ്കിൽ 5 മൈനസ് ലാംഡ, അത്രയേ ഉണ്ടാവും. ഇത് കിട്ടിയതിന് ശേഷം ഇതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കാണണം. ആ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ നിന്നൊന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഇതാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമ്മൾ ഡിറ്റർമിനന്റിലേക്ക് പോവാണ്. 2 മൈനസ് ലാംഡ 3 1 4 മൈനസ് ലാംഡ. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 2 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ മൈനസ് 1 ഇൻറ്റു 3 3. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ല ഒരു കാര്യം അല്ലെ? ലാംഡ എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. വേരിയബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അതിനൊരു പ്രത്യേക ഒരു പേരൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേരിയബിൾ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, സ്കേലാർ എന്ന് പറഞ്ഞാൽ മതി. സോ ലാംഡ വന്നിട്ടുള്ള ഒരു പോളിനോമിയലിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ശരിക്കും ഇതിനെ നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്നാണ്. അതങ്ങനെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇത് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറി? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിട്ട് മാറി. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ പക്ക ഒരു ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. അതായത് 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് 2 ലാംഡ മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് 4 ലാംഡ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 3 ഈക്വൽസ് 0.
ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാം. കാരണം ഇവിടെ 2 ലാംഡയും -4 ലാംഡയൊക്കെ ഉണ്ട്. ആഡ് ചെയ്തിട്ടൊക്കെ ചെറുതാക്കാം. അതൊക്കെ നമുക്കൊരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാം. ഈ എഴുതിയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കാണാനുള്ള ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ I ഈക്വൽസ് 0. ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷന് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ ബോക്സിൽ ഞാൻ എഴുതിയതാണ്. ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ I ഈസ് ഈക്വൽ ടു 0. എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്. ലാംഡ സ്കേലാർ, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന റൂട്ടാണ്. I എന്ന് പറയുന്നത് ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന എ അതേ ഓർഡറിൽ വരുന്ന ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് നമ്മൾ ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നു. ഈ ഇക്വേഷൻ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ എക്സിന് വാല്യൂ കിട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് ലാംഡക്ക് വാല്യൂ കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ടിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആ ടേം ആണ് യൂസ് ചെയ്യുക. പക്ഷെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എയ്ഗൺ വാല്യൂസ് എന്നാണ്. ഓക്കെ, എയ്ഗൺ, EIGEN, എയ്ഗൺ വാല്യൂസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ അടുത്ത സെഷനാണ് എയ്ഗൺ വാല്യൂസ് യൂസ് ചെയ്തിട്ട് എയ്ഗൺ വെക്ടേഴ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ടുണ്ട്. ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ നമ്മൾ അതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ക്ലിയർ ആണോ? ഞാനിത് സോൾവ് ചെയ്യുന്നില്ല, കാരണം ഞാൻ വെറുതെ എഴുതിയിട്ടുള്ള നമ്പറാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് റിയൽ വാല്യൂസ് ഒന്നും കിട്ടൂല, ചിലപ്പോൾ കോംപ്ലക്സിലേക്കൊക്കെ പോകും. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണെന്ന് ഐഡിയ കിട്ടിയോ? കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി, അതിന്ന് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതി, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി, ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് അല്ലെങ്കിൽ എയ്ഗൺ വാല്യൂസിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ ചെയ്യുക ഒരു 2/2 ആണ്. 3/3 ഒറ്റയടിക്ക് കയറുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻസ് വരാം. അപ്പൊ ഒരു 2/2 ചെയ്ത് ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തത് 3/3ലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നിങ്ങൾ എന്റെ കൂടെ ചെയ്തോളൂ കേട്ടോ. ഞാൻ പറയുമ്പോ അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ A equals matrix 3, 4, -1, 7. 3, 4, -1, 7. എനിക്ക് തോന്നുന്നത് തൊട്ട് മുമ്പ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് എയ്ഗൺ വാല്യൂ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എയ്ഗൺ വാല്യൂ ആണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത്. അത് ക്യാരക്ടറിസ്റ്റിക് എന്നല്ല ചോദിച്ചത്, എയ്ഗൺ എന്നുള്ള പേരിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ നോട്ടോ കാര്യങ്ങളോ എഴുതുന്നുണ്ട് എന്നാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിന്റെ ബ്രാക്കറ്റിൽ എയ്ഗൺ വാല്യൂസ് ഒന്നും കൂടി എഴുതണേ. മാത്തമാറ്റിക്കലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എയ്ഗൺ എന്നാണ് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു A മൈനസ് ലാംഡ. ഇനി നിരക്കി പിടിച്ച് നമുക്ക് സ്റ്റെപ്പ് ഒന്നും വേണ്ട. ഡയഗണൽ എന്താണോ അതിൽ നിന്ന് മൈനസ് ലാംഡ ചെയ്യുക, ബാക്കി എലമെന്റ്സ് അതുപോലെ എഴുതി വെക്കുക. സോ ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I. Determinant A minus lambda I. So determinant 3 minus lambda 4 minus 1 7 minus lambda. Okay. ഇനി നമ്മൾ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. ഡിറ്റർമിനന്റ് A മൈനസ് ലാംഡ I ഈക്വൽ ടു 0, അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ പറയാണ്. which equal to 0 implies 3 minus lambda into 7 minus lambda minus 1 into 4 minus 4 ഈക്വൽ ടു 0. ശ്രദ്ധിക്കണേ, ഇവിടെ ഓൾറെഡി ഡിറ്റർമിനന്റിലുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്, പിന്നെ -1 into 4 ചെയ്തപ്പം ഒരു നെഗറ്റീവ്. ഇനി ഈ നെഗറ്റീവും എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. ഇനി ഈ രണ്ട് ബ്രാക്കറ്റ് ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്തേ. രണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്താ വരിക? 3 into 7 21
3 into minus lambda minus 3 lambda minus lambda into 7 minus 7 lambda minus lambda into minus lambda plus lambda square minus into minus plus 4 equal to 0. നമുക്ക് ഇതിനൊന്ന് വൃത്തിക്ക് എഴുതാം. ഇത് ഓർഡർ ഒക്കെ തെറ്റിയിട്ടാണുള്ളത്. എപ്പോഴും ഇക്വേഷൻ എഴുതുമ്പോൾ ഹയസ്റ്റ് പവർ ഉള്ളത് ആദ്യം എഴുതണം. അപ്പൊ ഇവിടെ ലാംഡ സ്ക്വയർ ഉണ്ട്, അത് ഞാൻ ആദ്യം എഴുതി ലാംഡ സ്ക്വയർ. ഇവിടെ മൈനസ് 3 ലാംഡ, ഇവിടെ മൈനസ് 7 ലാംഡ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് 10 ലാംഡ. ഇനി ഇവിടെ ഒരു 21 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. 21ഉം 4ഉം കൂടി ആഡ് ചെയ്താല് 25 ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. എങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യാലും നിങ്ങള് ഇതില് എല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഇപ്പൊ മാത്സ് ആരാണെങ്കിൽ പെട്ടെന്ന് ഫാക്ടറൈസ് ചെയ്തിട്ട് പോവും. ഫാക്ടറൈസ് ചെയ്യുന്നതില് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്യും. നിങ്ങൾ എങ്ങനെ എല്ലാവരും ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്തോളൂ. നിങ്ങൾ എങ്ങനെയാണോ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്, ചിലവര് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ചിട്ടായിരിക്കാം. ചിലവർ നോക്കുമ്പോൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ 25ഉം ആഡ് ചെയ്താൽ 10ഉം വരുന്ന രണ്ട് നമ്പേഴ്സ്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. എങ്ങനെയാണോ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഒന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. എന്തായിരിക്കും ലാംഡക്ക് വരുന്ന ആൻസർ? 2 വാല്യൂ ഉണ്ടായിരിക്കും ലാംഡക്ക്. അതെന്താവും ആരെങ്കിലും ഒന്ന് പറഞ്ഞു? പ്ലസ് ഓർ മൈനസ് 5 ആണോ മിസ്സേ? എന്താണ്? 5 പ്ലസ് ഓർ മൈനസ്? പ്ലസ് ഓർ മൈനസ് 5 ആണോ? ആ ആ എല്ലാവർക്കും പ്ലസ് ഓർ മൈനസ് 5 ആ? 5 രണ്ടും 5 അല്ലേ? രണ്ടും 5. ഇനി കഴിഞ്ഞോ? രണ്ടും 5. രണ്ടും 5 ആണ് വരിക. പ്ലസ് ഓർ മൈനസ് 5 വരുന്നില്ല കേട്ടോ. നിങ്ങൾ ഏത് മെത്തേഡിലാണ് ചെയ്തത്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ചാണോ ചെയ്തത്? ആ അതെ മിസ്സേ. അങ്ങനെ എങ്ങനെ നമ്മൾ ചെയ്താലും നമുക്ക് മാത്സിൽ ഒരൊറ്റ ആൻസർ ആണല്ലോ നമുക്ക് കിട്ടുക. നിങ്ങൾ ഇനിയിപ്പോ അതിലേക്കൊന്നും പോവാതെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മൾട്ടിപ്ലൈ ചെയ്താൽ 25ഉം ആഡ് ചെയ്താൽ മൈനസ് 10ഉം വരുന്ന രണ്ട് നമ്പേഴ്സേ ഉള്ളൂ. അതെന്തൊക്കെ ആയിരിക്കും? -5 -5. ശരിക്കും നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുക? ഫാക്ടേഴ്സ് ആക്കുക. ലാംഡ 5 -5 ഇൻറ്റു ലാംഡ -5 is equal to 0 എന്നാണ് നമുക്ക് വരുന്നത്. ഫാക്ടറൈസേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ സോ ലാംഡ is equal to 5. എനിക്ക് തോന്നുന്നത് നിങ്ങൾ എല്ലാവരും മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും മതി കേട്ടോ. സോ ലാംഡ ഈക്വൽ ടു 5. ഈ കിട്ടിയിട്ടുള്ള ലാംഡ എന്ന് പറയുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്. ഇതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് അല്ലെങ്കിൽ എയ്ഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇവിടുത്തെ എയ്ഗൺ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് 2 വാല്യൂസ് ഉണ്ടാവും. അതേപോലെ ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് 3 എയ്ഗൺ വാല്യൂസ് ഉണ്ടായിരിക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ.
ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഇതിപ്പോ ഞാൻ ഇത്രയും ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് മെട്രിക്സ് മാത്രം എഴുതുള്ളൂ. നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാവരും ചെയ്തിട്ട് ആൻസർ ഒന്ന് പറയാ. ക്വസ്റ്റ്യൻ ഇതാണ്. 2/2 തന്നെയാണ് തരുന്നത്. 3/3 പോവാറായിട്ടില്ല. നമുക്ക് 2-3 കാര്യങ്ങളും കൂടെ ഇതിൽ പറയാനുണ്ട്, എന്നിട്ട് പോവാം. മെട്രിക്സ് 4 0 2 3. 4 0 2 3. ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പറഞ്ഞോളൂ കേട്ടോ. -3 -4 ആണ്. ലാംഡയുടെ വാല്യൂ -3 -4 ആണോ? ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. 3ഉം 4ഉം അല്ലേ? ആദ്യം പറഞ്ഞ ആള് സൈൻ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. 3ഉം 4ഉം ആണ് ആൻസർ വരാം. എല്ലാവർക്കും കിട്ടിയോ? എപ്പോഴും ചോദിച്ചാൽ 2-3 ആളെ സൗണ്ടുകളാണ് വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടോ? ഓക്കെ, 3 4 എല്ലാവർക്കും കിട്ടിയോ? കിട്ടി മിസ്. കിട്ടി. ഇവിടെ നിങ്ങൾ 3 4 ഇപ്പൊ നിങ്ങൾ സ്റ്റെപ്സ് ഒക്കെ ചെയ്തോ? A - ലാംഡായി കണ്ടു, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതി, എന്നിട്ടാണ് ഐഗൺ വാല്യൂ കണ്ടത് അല്ലെ? ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഈ മെട്രിക്സിന്റെ ആൻസർ 3 4 എഴുതാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു മെട്രിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ മെട്രിക്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും? ഒരു എലമെന്റ് 0 ആണ്. ഒരു ഇത് ഏത് എലമെന്റ്, ഈ എങ്ങനെ മുകളിലെ എലമെന്റ് 0 ഉള്ളതിന് നമ്മൾ എന്തോ ഒരു പ്രത്യേക പേര് പറയും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പർ ട്രയാങ്കുലർ, ലോവർ ട്രയാങ്കുലർ, ഡയഗണൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് പിന്നേക്ക് ആവശ്യം വരും എന്നുള്ളത്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് അപ്പർ ട്രയാങ്കുലറോ ലോവർ ട്രയാങ്കുലറോ ഡയഗണലോ ഒക്കെ ആണെങ്കിൽ ഐഗൺ വാല്യൂ ചോദിച്ചാൽ നിങ്ങൾ അത് പ്രോബ്ലം ചെയ്യാൻ പോവരുത്. നിങ്ങൾ ഡയറക്റ്റ് എന്താണോ ഡയഗണൽ എലമെന്റ്സ് അതായിരിക്കും നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. കണ്ടോ 3 4 കിട്ടിയിട്ടുള്ളത്? ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. B = 1506. ഇത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഏതാണ്? ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഐഗൺ വാല്യൂസ് 1 6 ആയിരിക്കും. ഇനി ഒരു 3/3 മെട്രിക്സ് നമുക്ക് പറയാം. 1 3 4.
2 6 5 ഇതെല്ലാം 0 ആണ്. ഈ മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് എന്തായിരിക്കും? 1 2 5. അപ്പൊ ആ പോയിന്റ് ഒന്ന് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഈഗൻ വാല്യൂസ് ഓഫ് ആൻ അപ്പർ ലോവർ ട്രയാങ്കുലർ, അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. ദ ഈഗൻ വാല്യൂസ് ഓഫ് ആൻ അപ്പർ ലോവർ ട്രയാങ്കുലർ and diagonal matrix are the main diagonal entries. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ സമയം കളയരുത്. 3/3 ഒക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ ചെയ്ത് സമയം ഒരിക്കലും കളയരുത്. പെട്ടെന്ന് നോക്കുക. അങ്ങനെ ആണെന്നാണെങ്കിൽ അങ്ങനെ എഴുതുക. അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നോർമലി ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പൊ നമുക്കത് അറിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പോയിന്റ് നോട്ട് ചെയ്തോ എല്ലാവരും? ഡയഗണൽ മെട്രിക്സ് ആർ ദി മെയിൻ ഡയഗണൽ എൻട്രീസ്. അപ്പൊ അപ്പർ ആയിക്കോട്ടെ ലോവർ ആയിക്കോട്ടെ ഡയഗണൽ ആയിക്കോട്ടെ, മെയിൻ നമ്മളെ ഡയഗണൽ എൻട്രീസിൽ വന്നിട്ടുള്ള എലമെന്റ്സ് എന്താണോ അതായിരിക്കും നമ്മുടെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ടീച്ചർ ഇതിൽ ഡയഗണൽ എന്ന് പറഞ്ഞല്ലോ, അപ്പർ ട്രയാങ്കിൾ ലോവർ ട്രയാങ്കിൾ. അപ്പൊ ഡയഗണൽ എന്ന് പറയുമ്പോൾ അതിൽ ഏത് നമ്പർ വരുന്നത്? ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതും 0 ആണ്. രണ്ട് ഈ സീറോ. ടൈപ്പ് അപ്പൊ ഈ ടൈപ്പില് ഈഗൻ വാല്യൂസ് 1 to 5 ആയിരിക്കും അല്ലെ? 1 to 5 ആയി. നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേ സാധനമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ എക്സാമിന് വന്നാലേ നമ്മൾ ചെയ്ത് വെറുതെ സമയം കളയരുത്. വേഗം നോക്കുക, പെട്ടെന്ന് എഴുതാം. ഓക്കെ. ഇനി നെക്സ്റ്റ് A equals 6 minus 1 5 4. ഇത് അപ്പറോ ലോവറോ ഒന്നും അല്ല, സാധാരണ ഒരു മെട്രിക്സ് ആണ്. ഇതൊന്നും നിങ്ങൾ കണ്ടേ? ഇതുകൂടെ ചെയ്താൽ നമുക്കൊരു 3/3, നെക്സ്റ്റ് 3/3 ആണ് പറയുന്നത്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മൈനസ് ലാംഡായി ഒക്കെ ഇട്ടിട്ടൊന്ന് ചെയ്യാട്ടോ. ആൻസർ കിട്ടിയാ പറയണേ.
കിട്ടിയോ? എത്രയാ വരുന്നേ? 4ഉം 6ഉം അതാണോ കിട്ടിയത് എല്ലാവർക്കും? 7ഉം 3ഉം ആണോ? 7ഉം 3ഉം. 7ഉം 3 എനിക്ക് കിട്ടി. കോംപ്ലക്സ് നമ്പേഴ്സ് ആണോ? എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണോ? കോംപ്ലക്സ്? ഇപ്പൊ 3 ആൻസർ ആയി അല്ലേ? ഞാൻ ചെയ്യേണ്ടി വരും മിക്കവാറും അല്ലെ? Determine a minus lambda I is equal to determine 6 minus lambda minus 1, 5, 4 minus lambda. ചെയ്യുമ്പോൾ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. 6 minus lambda into 4 minus lambda minus minus 5 is equal to 0. So 24 minus 10 lambda. രണ്ടും കൂടെ ചെയ്യുമ്പോൾ 10 lambda എന്ന് കിട്ടും. Lambda square plus 5 is equal to 0. So lambda square minus 10 lambda plus 29. ഇതാണോ ഇക്വേഷൻ കിട്ടിയത് എല്ലാവർക്കും? അതെ അതെ. അതെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണോ തിരിഞ്ഞത്? നിങ്ങൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, കാരണം ഇത് ഡയറക്റ്റ് ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 29 വരുന്ന രണ്ട് നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടില്ല. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ചെയ്യുമ്പോൾ മൈനസ് മൈനസ് 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 10ന്റെ സ്ക്വയർ 100 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 29 എന്നാണ് വരുന്നത്. സോ 4 ഇൻറ്റു 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 116 അല്ലേ? ആണോ? അതെ. യെസ്. 2 ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവ് ആയി 10 പ്ലസ് ഓർ മൈനസ് റൂട്ടിന്റെ ഉള്ളിൽ 100 മൈനസ് 116 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടുക -16 എന്ന് കിട്ടിയിട്ടുണ്ടാവും ബൈ 2. നമുക്ക് കിട്ടുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും കേട്ടോ. പെർഫെക്റ്റ് അല്ല വരിക, കാരണം റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. സോ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത്, അതിനൊന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം ഇവിടെ. അതായത് 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് -16 എന്ന് പറഞ്ഞാൽ 16ന്റെ റൂട്ട് എത്രയാ? 4. മൈനസ് വന്നത് കൊണ്ട് നമുക്ക് വരുന്നത് 4i ആയിരിക്കും ഡിവൈഡഡ് ബൈ 2. അതാണെങ്കിൽ 2 വെച്ചിട്ട് നമുക്ക് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 5 പ്ലസ് ഓർ മൈനസ് 2i. So 5 plus 2i and 5 minus 2i are the eigenvalues. കോംപ്ലക്സ് eigen values ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത് മറ്റൊന്നുമല്ല, ഇങ്ങനത്തെ വരുമ്പോൾ കോംപ്ലക്സ് വരുമോ, റിയൽ അല്ലേ പെർഫെക്റ്റ് നമ്പർ അല്ലേ വരിക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. എന്തും വരാം, കേട്ടല്ലോ. അപ്പൊ ഇമാജിനറി ആയിട്ടുള്ള ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, നമുക്കൊരു ഏരിയ തന്നെ ഉണ്ട് ശരിക്ക് കോംപ്ലക്സ് eigen വാല്യൂസ്. നിങ്ങൾക്ക് സിലബസിൽ ഇല്ല, ഞാൻ ഒരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ? ഈ 4, 6, 7, 3 എന്നൊക്കെ ആൻസർ പറഞ്ഞവര് എവിടാണോ പോയത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ തിരക്കൂട്ടി ചെയ്യുമ്പോൾ നെഗറ്റീവ് ഒന്നും ചിലപ്പോൾ കാണൂല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 4 ആവും വന്നിട്ടുണ്ടാവുക. 10 പ്ലസ് 4 14, 14/2 7. അങ്ങനെ ആയിരിക്കും 7 കിട്ടിയ ആള് ആൻസർ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ നെഗറ്റീവ് ശ്രദ്ധിക്കണേ. തെറ്റിയവരതൊന്ന് ക്ലിയർ ചെയ്യാട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നത് 1, 2, 3 ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ ഒരു ഫസ്റ്റ് തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പോലെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 3/3 നമുക്ക് 3/3 ക്വസ്റ്റ്യൻ തുടങ്ങാം. പെട്ടെന്ന് തീരുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ക്ലാസ് നിർത്താം, അങ്ങനെ ആക്കാം കേട്ടോ. ഓക്കെ, ഞാൻ മെട്രിക്സ് താഴെ എഴുതുന്നുണ്ട്. ഇത് കറക്റ്റ് ചെയ്ത് എഴുതുന്നവർ അത് എഴുതട്ടെ. ഒന്ന് വേഗം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സ്റ്റെപ്പിലൊന്നും വ്യത്യാസമില്ല കേട്ടോ. 1 2 1 6 -1 0 -1 -2 -1. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. a മൈനസ് ലാംഡ ആയി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൈനസ് ലാംഡ കൊടുക്കുക, ഇവിടെ മൈനസ് ലാംഡ കൊടുക്കുക, ഇവിടെ മൈനസ് ലാംഡ. ബാക്കിയെല്ലാം സെയിം ആണ്. എന്നിട്ട് ഡിറ്റർമിനന്റ് കാണുക, എല്ലാം സെയിം.
പക്ഷെ നേരത്തതിനേക്കാളും സ്റ്റെപ്സ് കൂടും 3x3 ആയതുകൊണ്ട് കേട്ടോ. ഒന്ന് വേഗം ചെയ്തോളൂ. നിങ്ങൾ ബോർഡിലേക്ക് നോക്കണ്ട, ഞാൻ ബോർഡിൽ ഇങ്ങനെ ചെയ്തു പോവാം. കാരണം നിങ്ങൾ ചെയ്യുന്നത് കാത്തു നിന്ന് പിന്നെ എനിക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ടൈം കഴിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്. കൺഫ്യൂഷൻ വരുമ്പോ ബോർഡിലേക്കൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. 1 6 -1 -λ 0 -1 -2 -1 -λ. നമ്മൾ ഡിറ്റർമിനന്റിന്റെ ആ ഒരു എക്സ്പാൻഷൻ ഫോം ആണ് എഴുതിയിട്ടുള്ളത്. നെഗറ്റീവ് കുറേ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാട്ടോ. ഇങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാട്ടോ. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? ഇത്രയും ചെയ്യാനുണ്ടോ എന്നുള്ളൊരു ഇത് വേണ്ട കേട്ടോ. കാരണം നമ്മളിങ്ങനെ എന്താ പറയാ, ഞാൻ ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാനുള്ള ഒരു സൗകര്യത്തിനാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ എക്സാമിന് അങ്ങനെ ആണല്ലോ, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ള രീതിയാണ് നോക്കുക.
ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതി പോവാണ്. ആർക്കെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ. ഇവിടുന്ന് ഞാൻ ഈ കൈ വെച്ച ഇവിടുന്ന് താഴേക്കുള്ളത് നോക്കുക. അവിടുന്ന് മുകളിലേക്ക് വന്നിട്ടുള്ള 2 സ്റ്റെപ്പാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു കുഞ്ഞ് ഇക്വേഷനിലേക്ക് മാറുന്നുണ്ട്. കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഈ സ്റ്റെപ്പ് കൂടെ മായ്ച്ചാൽ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് പോവാം. മൈനസ് ലാംഡ ക്യൂബ് ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ലാംഡ സ്ക്വയർ. ഇവിടെ ഒരു 2 ലാംഡ, അപ്പുറത്ത് ഒരു ലാംഡ, അപ്പൊ 1 ലാംഡ, അപ്പൊ പ്ലസ് 12 ലാംഡ പ്ലസ് 1 മൈനസ് 1 0 ആയി. ഇതാണ് നമുക്ക് ലാംഡ മൈനസ് ലാംഡ ക്യൂബ് മൈനസ് ലാംഡ സ്ക്വയർ പ്ലസ് 12 ലാംഡ ഈക്വൽ ടു 0. ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ആരെങ്കിലും ഈ ആൻസറിലേക്ക് എത്തിയോ? എല്ലാവരും നിർത്തിപ്പോയോ? അപ്പൊ ഈ ഫസ്റ്റത്തെ ഒരു പാർട്ടില്ലേ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏതാണ്? ലാംഡ പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ 1 പ്ലസ് ലാംഡ പ്ലസ് ലാംഡ പ്ലസ് ലാംഡ സ്ക്വയറിന് വരുന്നില്ലേ? അതിന് പിന്നെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? പിന്നെ അപ്പൊ ഇവിടെ ലാംഡ പ്ലസ് ലാംഡ ഇല്ലേ? അപ്പൊ 2 ലാംഡ ആയി. 2 ലാംഡ. അതന്നെ ഞാനിതാ മുകളിൽ എഴുതി. 1 മൈനസ് ലാംഡ എഴുതി, ലാംഡ സ്ക്വയർ ആദ്യം എഴുതി, ഇത് രണ്ടും കൂടി 2 ലാംഡ എഴുതി, 1 എഴുതി. ഓക്കെ ഓക്കെ ഓക്കെ. പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് 2 ഇൻറ്റു 6 12, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 12 ലാംഡ. പിന്നെ ഇവിടെ ഒരു മൈനസ് 12 മൈനസ് 1 ഉണ്ട്, അത് മൈനസ് 13 ആയി. മൈനസ് ലാംഡ ഈക്വൽ ടു 0. ഇത്രയും നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് സൈൻ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എപ്പോഴും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് കിട്ടിയ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ടേം പോസിറ്റീവ് ആക്കി മാറ്റാം. അപ്പൊ ഇത് ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 12 ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടും. പിന്നെ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആണ്. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യൂബിക് ഇക്വേഷൻ, തേർഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും തേർഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. എഴുത്തൊന്ന് നിർത്തിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 3 ടേമിലും കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്? ലാംഡ. അപ്പൊ നമുക്ക് ലാംഡയെ ഒന്ന് ഔട്ട് സൈഡ് എടുക്കാം കേട്ടോ. ലാംഡയെ ഔട്ട് സൈഡ് എടുക്കാം. ലാംഡ ഔട്ട് സൈഡ് എടുത്താൽ ലാംഡ ക്യൂബ് എന്ന് ലാംഡ എടുത്താൽ ബാക്കി ഉണ്ടാവുക ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ സ്ക്വയറിൽ നിന്ന് ലാംഡ എടുത്താൽ ബാക്കി ഉണ്ടാവുക ലാംഡ മൈനസ് 12 ലാംഡന്ന് ലാംഡ പുറത്തെടുത്താൽ ബാക്കി ഉണ്ടാവുക 12 ഈക്വൽ ടു 0. ഇപ്പൊ നമുക്ക് ലാംഡ ഇൻറ്റു ബ്രാക്കറ്റിൽ ഒരു ടേം ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം ഈ ലാംഡ ഈക്വൽ ടു 0 1. അടുത്ത ഇക്വേഷൻ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 12 ഈക്വൽ ടു 0. 2 ഇക്വേഷൻ ആയി. ഈ 2 ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതോടൊപ്പം നമുക്ക് ഒരു eigen വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പൊ എപ്പോഴും ഇങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാം. ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത കേസിൽ നമ്മൾ വേറൊരു മെത്തേഡാണ് അപ്ലൈ ചെയ്യുക. ട്രയൽ ആൻഡ് എറർ എന്ന് പറയും. നമ്മൾ വേറൊരു മെത്തേഡാണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നതുകൊണ്ട് ഈ ഒരു മെത്തേഡ് പറഞ്ഞു പോവുകയാണ്.
അപ്പൊ നിങ്ങൾ നോക്കുക, ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 12 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാതാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -12ഉം ആഡ് ചെയ്താൽ 1ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി വരിക ലാംഡ -3 ഇൻറ്റു ലാംഡ പ്ലസ് 4 is equal to 0 എന്നാണ്. -3 ഇൻറ്റു 4 -12 ആണ്. -3ഉം 4ഉം ആഡ് ചെയ്താൽ 1 ആണ്. ഇതെല്ലാവർക്കും അറിയണമെന്നില്ല, കാരണം മാത്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതറിയാം. അല്ലാത്തവര് നിങ്ങൾ -b പ്ലസ് ഓർ മൈനസ് യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക ലാംഡ ഈക്വൽ ടു 3 - 4. ഇവിടെ നമുക്ക് ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ദ eigen values are 0, 3 and -4. 0, 3 and -4. പിന്നെ ഇതിലിങ്ങനെ ചെയ്ത് പോകുമ്പോ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടില്ല, കാരണം ഓരോരുത്തരും ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും ഈ സിംപ്ലിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അതിങ്ങനെ എടുത്തെടുത്ത് പറയാതിരുന്നത്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഒരു പ്രോബ്ലം ചെയ്താലൊന്നും നമുക്കിത് ശരിയായി കിട്ടൂല. 2 or 3 പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ്. മെത്തേഡ് മറന്നു പോകരുത്. ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഈക്വൽ ടു 0 കൊടുക്കുക, അത് സോൾവ് ചെയ്യാം. അത്രയേ ഉള്ളൂ. പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. 3x3 മെട്രിക്സ് ആകുമ്പോൾ കുറച്ചൊന്ന് ചെയ്യാനുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. മിസ് ഇവിടെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് വാല്യൂ ഗുണിച്ചു കഴിഞ്ഞാൽ -12ഉം അതുപോലെ കൂട്ടിക്കഴിഞ്ഞ് ഇപ്പം 1ഉം കിട്ടണമെന്നുണ്ടോ? ഇവിടെ +1 ലാംഡ ആണല്ലോ ഉള്ളത്. അപ്പൊ ഇവിടെ ഇവിടെ -4ഉം 3ഉം ആകുമ്പോഴേ ഇതല്ല നോക്കുക, ഇതാണ് നോക്കുക. ഈ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ലാംഡ -3 ഇൻറ്റു ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ ശരിക്കും എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് ഞാൻ എഴുതാനിട്ടാണ്. ഇവിടെ എഴുതിയാൽ കാണൂല. ലാംഡ -3 ഈക്വൽ ടു 0, ലാംഡ പ്ലസ് 4 ഈക്വൽ ടു 0. ഇങ്ങനെ നമ്മൾ 2 സ്റ്റെപ്പ് എഴുതും. ഈ ലാംഡ -3 ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൽ നിന്നാണ് ലാംഡ ഈക്വൽ ടു 3 വരുന്നത്. ലാംഡ പ്ലസ് 4 0 ആകുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ -4 ആണ്. സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. ഒരു മെട്രിക്സ് തന്നാൽ നിങ്ങൾ ചെയ്തു നോക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ബുഷറ മിസ്സിനോടോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇല്ല, അപ്പൊ ഏതിലെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ബുഷറ മിസ്സിന് അയച്ചു കൊടുത്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്തുതരാം. ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു മെട്രിക്സ് എഴുതാം. ഞാൻ അടുത്ത ക്ലാസ് എപ്പോഴാന്ന് അറിയില്ലല്ലോ, അപ്പൊ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 8 - 6 2 -6 7 -4 2 -4 3. ഇതൊന്ന് ചെയ്ത് നിങ്ങൾ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് അയച്ചു കൊടുത്താൽ മതി, ഞാൻ റിപ്ലൈ കൊടുക്കണ്ട കേട്ടോ. 8 - 6 2 -6 7 -4 2 -4 3. ടൈം കഴിഞ്ഞത് കൊണ്ടാണ് കേട്ടോ അടുത്തത് ചെയ്യാന്. ഇനി കൺഫ്യൂഷൻ ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഇത് ആർക്കെങ്കിലും ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മാമിനോടൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ.